ആറ്റംബർഗിൻ്റെ മിക്സർ ഗ്രൈൻഡറിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ വീഡിയോ കണ്ട പലരുടെയും കമൻറ്റ്, ഞാൻ വർഷങ്ങളായിട്ട് സുജാത മിക്സർ ഗ്രൈൻഡർ ഉപയോഗിക്കുന്നതാണ്, അതിലില്ലാത്ത എന്താണ് ഈ ആറ്റംബർഗിൻ്റെ മിക്സർ ഗ്രൈൻഡറിലുള്ളതെന്ന്. നമ്മളങ്ങനെയാണ്, നമുക്ക് പഴയത് ഉപേക്ഷിക്കാൻ മടിയുണ്ടാവും. പക്ഷേ ഈ പുതിയതിൻ്റെ നൂതനമായിട്ടുള്ള ഫീച്ചേഴ്സ് മനസ്സിലാക്കാനും അത് ഉപയോഗിക്കാനും കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ പുതിയത് എത്ര അടിപൊളിയാണെന്ന്. ശരിയല്ലേ? നോക്കിയയുടെ 3310 ആണ് ഫോണുകളുടെ രാജാവെന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴും നമുക്ക് ചുറ്റിലുണ്ട്. എന്നാൽ നമ്മൾ ഒരിക്കലെങ്കിലും ആൻഡ്രോയിഡോ ഐഫോണോ ഉപയോഗിച്ച് കഴിഞ്ഞാലേ പിന്നെ നമ്മൾ ആരെങ്കിലും ഫീച്ചർ ഫോൺ ഉപയോഗിക്കുമോ? ഇനിയും കാര്യം മനസ്സിലാവാത്തവർക്ക് ന്യൂജൻ ടെക്നോളജി ഉപയോഗിക്കുന്ന ആറ്റംബർഗിൻ്റെ യൂലിയ മിക്സർ ഗ്രൈൻഡറും അതേ പ്രൈസ് റേഞ്ചിൽ തന്നെയുള്ള സുജാതയുടെ സൂപ്പർ മിക്സ് മിക്സർ ഗ്രൈൻഡറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇത് തമ്മിൽ വിലയിൽ സാമ്യമാണെങ്കിലും ആറ്റംബർഗിൻ്റെ യൂലിയ മിക്സർ ഗ്രൈൻഡറിനെ സുജാതയുടെ സൂപ്പർ മിക്സ് മിക്സർ ഗ്രൈൻഡറിനേക്കാൾ ഒട്ടനവധി ഫീച്ചേഴ്സാണ് കൂടുതലുള്ളത്. ഇതുപോലെയുള്ള പാക്കേജുകളിലാണ് ഈ രണ്ട് മിക്സർ ഗ്രൈൻഡറും നമുക്ക് ലഭിക്കുന്നത്. യൂലിയയുടെ പാക്കേജിൽ നമുക്ക് 4 ജാറുകൾ ലഭിക്കുമ്പോൾ സൂപ്പർ മിക്സിനൊപ്പം 3 ജാറുകൾ മാത്രമാണ് ലഭിക്കുന്നത്. 4 ജാറുകൾ എന്ന് പറഞ്ഞാൽ 1 ലിറ്ററിൻ്റെ മൾട്ടിപർപ്പസ് ജാർ, 1/2 ലിറ്ററിൻ്റെ ചട്നി ജാർ, 1 ലിറ്ററിൻ്റെ ലിക്വിഡൈസിങ് ജാർ, ഇതുകൂടാതെ 1/2 ലിറ്ററിൻ്റെ ചോപ്പർ ജാർ കൂടി ആറ്റംബർഗ് യൂലിയ മിക്സർ ഗ്രൈൻഡറിനോടൊപ്പം നിങ്ങൾക്ക് തരുന്നുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ കിച്ചണിൽ ആവശ്യമായിട്ടുള്ള ഒന്നാണല്ലോ ചോപ്പർ. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ക്യാഷ് കളയേണ്ടി വരില്ല. ക്യാഷ് കളയേണ്ടി വരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത്. യൂലിയയിൽ 750 വാട്ടിൻ്റെ ഇൻ്റലിജൻറ്റ് യൂണിവേഴ്സൽ മോട്ടറാണുള്ളത്. പക്ഷേ സുജാതയിൽ 900 വാട്ടിൻ്റെ മോട്ടോറാണുള്ളത്. 1000 വാട്ട് ട്രഡീഷണൽ മോട്ടറുള്ള ഒരു മിക്സർ ഗ്രൈൻഡർ ചെയ്യുന്ന അതേ ജോലികൾ തന്നെ ഭംഗിയായിട്ട് ഈ 750 വാട്ടിൻ്റെ ഇൻ്റലിജൻറ്റ് യൂണിവേഴ്സൽ മോട്ടറുള്ള ആറ്റംബർഗിൻ്റെ യൂലിയക്ക് ചെയ്യാനാകും. കണ്ടോ, മഞ്ഞളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതിൽ നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാം. മഞ്ഞൾ പോലെ ഹാർഡായിട്ടുള്ള ഐറ്റംസ് പൊടിക്കുന്ന സമയത്തില്ലേ, ജസ്റ്റ് ഒന്ന് പൾസ് മോഡിലേക്ക് ഓൺ ആക്കിയ ശേഷം പൊടിക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ സുജാതയിൽ പൊടിച്ചത് നോക്ക്, രണ്ടും സെയിം തന്നെ. ഇവിടെ 1000 വാട്ടിൻ്റെ സുജാത മിക്സർ ഗ്രൈൻഡറിൻ്റെയും 750 വാട്ട് ആറ്റംബർഗ് യൂലിയുടെയും റിസൾട്ട് സെയിം ആണ്. ആറ്റംബർഗിൻ്റെ യൂലിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൈദ്യുതി ബിൽ കൂടുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഈ ആറ്റംബർഗിൻ്റെ മിക്സർ ഗ്രൈൻഡറിൽ ഇൻ്റലിജൻറ്റ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു മിക്സി ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യസ്ത സ്പീഡുകൾക്ക് അതിനാവശ്യമായിട്ടുള്ള വൈദ്യുതി മാത്രമേ അത് ഉപയോഗിക്കൂ എന്നൊരു ഗുണവും ഇതിനുണ്ട്. യൂലിയയിൽ മറ്റൊരു യൂണിക് ഫീച്ചറാണ് കോഴ്സ് മോഡ്. സാധാരണ മിക്സർ ഗ്രൈൻഡറിൽ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് മൊത്തം അരഞ്ഞ് ജ്യൂസ് പരുവത്തിലാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലുപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളുടെയും ടേസ്റ്റ് ആസ്വദിക്കാൻ കഴിയില്ല. എന്നാൽ ഇതിൽ കോഴ്സ് മോഡിൽ ചട്നി ഉണ്ടാക്കിയാൽ നമ്മൾ അമ്മിക്കല്ലിൽ വെച്ച് അരച്ചുണ്ടാക്കുന്ന പോലെ ആ ഒരു ഓതൻറ്റിക് ടേസ്റ്റിൽ പരുവരുത്ത ചട്നി തന്നെ ഉണ്ടാക്കാൻ പറ്റും. 2 മിക്സർ ഗ്രൈൻഡറിലും നോർമൽ മോഡിൽ ചട്നി ഉണ്ടാക്കിയാൽ ഇതുപോലെ അത് ജ്യൂസി ആയിരിക്കും. എന്നാൽ യൂലിയയിലെ കോഴ്സ് മോഡിൽ ചട്നി ഉണ്ടാക്കിയാൽ ടെക്സ്ചറൊക്കെയുള്ള ഓതൻറ്റിക് ടേസ്റ്റുള്ള ചട്നി ലഭിക്കും. പിന്നെ സുജാതയുടെ ഈ ഒരു സൂപ്പർ മിക്സ് മിക്സർ ഗ്രൈൻഡറിൽ ഇല്ലാത്ത നിരവധി സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മുടെ ഈ ഒരു യൂലിയ മിക്സർ ഗ്രൈൻഡറിലുണ്ട്. അതും കൂടി ഒന്ന് അറിഞ്ഞിരുന്നു. മിക്സർ ഗ്രൈൻഡർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയാൽ തിരികെ കറണ്ട് വന്നാൽ ആറ്റംബർഗിൻ്റെ മിക്സർ ഗ്രൈൻഡർ തനിയെ വർക്ക് ചെയ്യില്ല. പവർ തിരികെ വരുമ്പോൾ റെഡ് ഇൻഡിക്കേറ്റർ തെളിയും. വീണ്ടും നമ്മൾ 0 സ്പീഡിലാക്കിയിട്ട് ആവശ്യമുള്ള സ്പീഡിലേക്ക് ചേഞ്ച് ചെയ്താലേ യൂലിയ വർക്ക് ചെയ്യൂ. ജാർ ലോക്ക് ഡിറ്റക്ഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് നമ്മൾ യൂലിയയിൽ വയ്ക്കുന്ന ജാറുകൾ ലോക്കാവാതെ ഇരുന്നാൽ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോഴും ഇതുപോലെ റെഡ് ഇൻഡിക്കേറ്റർ തെളിയും. ജാർ കൃത്യമായി വച്ചാൽ ഒരു ബീപ്പ് ശബ്ദം കേൾക്കാം. ആ ബീപ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ മിക്സർ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ സാധിക്കൂ. ഓരോ മോഡിനും സ്പീഡിനും വ്യത്യസ്ത നിറത്തിലുള്ള സ്പീഡ് ഇൻഡിക്കേറ്ററും യൂലിയയിലുണ്ട്. ആറ്റംബർഗിൻ്റെ യൂലിയയുടേത് എലിഗൻ്റ് ആയിട്ടുള്ള ഡിസൈനും സുജാതയുടേത് ബൾക്കി ആയിട്ടുള്ള ഡിസൈനുമാണ്. അതിനുമപ്പുറം ഇവിടെ ഈ കാണുന്ന പൊഴികൾ ശ്രദ്ധിക്കുക. ആറ്റംബർഗിലെ ഈ അവലാഞ്ചി ഡിസൈൻ ക്ലീനിങ് എളുപ്പമാക്കുന്നു. എന്നാൽ ധാരാളം വിടവുകളുള്ള സുജാത ക്ലീനിങ്ങിൽ നമ്മുടെ സമയം കുറേ പാഴാക്കും. സൂപ്പർ മിക്സ് ഒരൊറ്റ കളറിൽ മാത്രമേ ലഭിക്കൂ. അതേസമയം യൂലിയ 5 നിറത്തിൽ ലഭ്യമാണ്. നിങ്ങളുടെ വൈബിനനുസരിച്ചിട്ട് ഇഷ്ട നിറം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഡിസൈനും സൂപ്പറല്ലേ. ഇനി വാറണ്ടിയുടെ കാര്യം നോക്കിയാൽ ഇവിടെ ആറ്റംബർഗ് നമുക്ക് 3 വർഷം വാറണ്ടി നൽകുമ്പോൾ സുജാത നൽകുന്നത് 2 വർഷമാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ ആറ്റംബർഗിൻ്റെ മിക്സർ ഗ്രൈൻഡറിൽ എന്തൊക്കെയാണ് അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉള്ളതെന്ന്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് സുജാതയുടെ മിക്സർ ഗ്രൈൻഡർ മോശമാണെന്നല്ല, പക്ഷേ ഇതിനേക്കാൾ അഡ്വാൻസ് ഫീച്ചേഴ്സ്, പ്രത്യേകിച്ചും സേഫ്റ്റി ഫീച്ചേഴ്സ് വളരെയധികം നമ്മുടെ ന്യൂജൻ മിക്സർ ഗ്രൈൻഡർ ആയിട്ടുള്ള ആറ്റംബർഗിൻ്റെ മിക്സർ ഗ്രൈൻഡറിലുണ്ട് എന്നാണ്. വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും നല്ല ശ്രദ്ധ കൊടുത്തിട്ടാണ് ആറ്റംബർഗ് അവരുടെ മിക്സർ ഗ്രൈൻഡറുകൾ പുറത്തിറക്കുന്നത്. വളരെ ചെറിയ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു മിക്സർ ഗ്രൈൻഡർ ഇതുപോലെ മേശമേൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതെല്ലാം ലോക്ക് ഇടിച്ചിട്ട് വേണം എടുക്കാൻ. എന്നാൽ ഇത് നോക്കിക്കോ, കണ്ടോ, കൂളായിട്ട് പൊങ്ങിപ്പോരും. അപ്പോൾ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് മിക്സർ ഗ്രൈൻഡറാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്ന്.
നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മിക്സർ ഗ്രൈൻഡർ ഏതാണ്? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അതെന്തായാലും മറക്കാതെ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.